ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ 25-ാമത്തെ സെഷനാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ 25-ാമത്തെ സെഷൻ. എത്ര പെട്ടെന്നാണ് ഇത് പോയെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ക്വാർട്ടർ സെഞ്ചുറി നമ്മൾ അടിച്ചു അപ്പോസ്തല പ്രവൃത്തികൾ മാത്രം പഠിപ്പിച്ചുകൊണ്ട്. എനിക്കൊരു സ്പെഷ്യൽ സെഷൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മുടെ 100-ാമത്തെ എപ്പിസോഡ്. എനിവേ, ഇനിയിപ്പോൾ നമ്മുടെ അപ്പോസ്തല പ്രവൃത്തികളൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്പെഷ്യൽ സെഷനൊക്കെ ചെയ്യാം. ദൈവം അതിന് നമുക്ക് കൃപ തരും. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ദൈവസന്നിധിയിലുള്ള നല്ല മനസാക്ഷി. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ടെങ്കിലും അതിൻ്റെ അവസാനം, അതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്: ദൈവസന്നിധിയിലുള്ള ഒരു നല്ല മനസാക്ഷി. ഈ മനസാക്ഷിയെ ദൈവസന്നിധിയിൽ സൂക്ഷിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ വരുന്ന വേഴ്സസിൽ ഞാൻ പറയാം. എന്നാൽ അനേക കാര്യങ്ങളുണ്ട്. നാം ധൈര്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ കർത്താവിന് നമ്മളോട് പറയേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ ഓർക്കണം, ഇന്ന് 2 അധ്യായങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടതുപോലെ നിങ്ങൾ 2 അധ്യായം വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് കഴിയുമ്പോൾ ചെന്ന് വായിക്കുക. കാരണം സാധാരണത്തെ പോലെ എല്ലാ വാക്യവും നമ്മൾ വായിക്കത്തില്ല. കാരണം കൂടുതൽ നറേഷനാണ്. ഒരു കഥ സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നറേറ്റ് ചെയ്യുകയാണ്. അതിനകത്ത് ഒത്തിരി വ്യാകരണം അല്ലെങ്കിൽ വ്യാഖ്യാനം ആവശ്യമില്ല. അത് ജസ്റ്റ് ഒരു നറേഷൻ മാത്രമാണ്. അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ മുഴുവൻ വാക്യങ്ങൾ ഞാൻ വായിക്കത്തില്ല. അതിൽ നിന്ന് ചില വാക്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം വായിക്കും. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഈ 2 അധ്യായം മുഴുവനായി വായിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് കോണ്ടെക്സ്റ്റ് പെട്ടെന്ന് പിടികിട്ടും, നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാം. ഒരുപാട് സമയം എടുക്കത്തില്ല. നമ്മുടെ 1 മണിക്കൂർ കൊണ്ട് തന്നെ നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരുപാട് വേഴ്സസ് കവർ ചെയ്യേണ്ടതുകൊണ്ട് ഒരു ചെറിയ സ്പീഡിലായിരിക്കും മുന്നിലോട്ട് പോകുന്നത് എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. എനിവേ, കഴിഞ്ഞ ആഴ്ച പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിച്ചത് നമ്മുടെ വടാട്ടുപാറയിലെ മിനിസ്ട്രി. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ എന്തിനു വേണ്ടിയാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ വ്യക്തമായി നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. വടാട്ടുപാറ എന്ന് പറയുന്നത് എല്ലാ സൈഡിലും വനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നടുക്ക് ഒരു വില്ലേജ്, ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ 3 ലക്ഷം പേര് താമസിക്കുന്നു. എന്നാൽ അവിടെ പോകാനുള്ള കാരണം ഞാൻ പറഞ്ഞു. നമ്മുടെ 2 സഹോദരങ്ങൾ, ട്വിൻ ബ്രദേഴ്സ്, ഷാബു, ഷാജു, അവർ യൂത്ത് ഫോർ മിഷൻ്റെ മിനിസ്ട്രിയിൽ വളർന്ന കർത്താവിനെ അറിഞ്ഞ 2 വ്യക്തികളാണ്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ യൂത്ത് ഫോർ മിഷൻ ക്യാമ്പും നമ്മുടെ ടീൻസ് ക്യാമ്പിനെല്ലാം ഭക്ഷണം അവരാണ് 2 പേരും കൂടാണ് കേറ്ററിങ് ചെയ്യുന്നത് മാത്രമല്ല, അവർ വന്ന് അവരുടെ കൈകൊണ്ട് വെച്ച് വിളമ്പി സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നു എന്ന് മാത്രമല്ല, 3 നേരം പ്ലസ് ചായയും കടിയും വളരെ രുചികരമായ ആഹാരമാണ് അവരുണ്ടാക്കുന്നത് എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഗോ കോൺഫറൻസ് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടൊരു സംഭാവന തന്നിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിന് 1 രൂപ ചിലവായില്ലെന്ന് മാത്രമല്ല, നമുക്ക് കോൺഫറൻസിനൂടെ 50,000 രൂപ തന്നേച്ചാണ് ഇവർ പോയത്. അപ്പോൾ അങ്ങനെയുള്ള ദേവദാസന്മാർ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ മിനിസ്ട്രിയിൽ പല കാര്യങ്ങളും നമ്മൾ ആരെയും ഭാരപ്പെടുത്താതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങളെല്ലാം കൂടെ ടീമായിട്ട് പോയത്. ഇവിടെ ജേക്കബും ഓസ്റ്റിനാണ് അതിന് നേതൃത്വം കൊടുത്തത്. വളരെ ഭംഗിയായി ക്യാമ്പ് നടന്നു. എന്നാൽ ചൂട് സഹിക്കാൻ വയ്യാത്ത ചൂടായിരുന്നു കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ ചൂട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ, മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷാജു പറഞ്ഞു, നമുക്ക് അടുത്തൊരു പുഴയുണ്ട്, നമുക്ക് അതിനകത്തോട്ട് അങ്ങ് ചാടിയേക്കാം. നല്ല തണുത്ത വെള്ളവും വളരെ സുഖമുള്ള നല്ല ഒഴുക്കുള്ള ക്ലീൻ, അടിയിൽ മണലൊന്നുമല്ല, നല്ല ചരലുള്ള നല്ല ബ്യൂട്ടിഫുൾ ഒരു. അപ്പോൾ എല്ലാവരും കൂടെ പുഴയ്ക്കകത്തോട്ട് ഞങ്ങൾ ചാടി. അങ്ങനെ ഞങ്ങൾക്ക് സഹോദരന്മാർക്ക് ഒരുമിച്ച് നല്ലൊരു സമയമായിരുന്നു. ഐക്യതയിൽ ഒന്ന് ഉണ്ടല്ലോ, സ്നേഹത്തിൽ ഒന്ന് ഒരുമിച്ച് ശുശ്രൂഷിക്കുക. ഞങ്ങൾക്കൊരു ബ്രേക്കും വെക്കേഷനും ഒക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ഫോട്ടോയിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം, ഓസ്റ്റിനുണ്ട്, ജേക്കബ് ഉണ്ട് 2 വശത്ത്. പിന്നെ നടുക്കുള്ളതാണ് ഷാബു ബ്രദർ. ഷാജു ഓൾറെഡി വെള്ളത്തിനകത്ത് ചാടി. അതുകൊണ്ട് പിന്നെ ആ ഒരു ഒരു മട്ടിൽ ഫോട്ടോയ്ക്കകത്ത് കയറണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ഞാൻ ആ വെള്ളത്തിനകത്ത് തന്നെ നിന്നോളാൻ പറഞ്ഞത്. പിന്നെ പിന്നെ കെ ജെ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് നമ്മുടെ ഓസ്റ്റിനാണ്. ഓസ്റ്റിൻ എൻ്റെ ഇടയ്ക്ക് ജോലിയും ചെയ്യണം. അപ്പോൾ ജോലി ഒരു സൈഡിൽ ഒരു ലാപ്ടോപ്പൊക്കെ സെറ്റാക്കി, റേഞ്ചൊന്നും അധികം ഇല്ല, എന്നാലും ഒരു ലാപ്ടോപ്പൊക്കെ സെറ്റാക്കി ഞങ്ങൾ കുളിച്ചെല്ലാം കഴിഞ്ഞപ്പം അവരുടെ ഫുഡ് നല്ല സ്പെഷ്യാലിറ്റി ആയതുകൊണ്ട് വറുത്ത കപ്പയും മീൻകറി. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഇന്ന് ബൈബിൾ സ്റ്റഡി ശ്രദ്ധിക്കത്തില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ആ സഹോദരന്മാർക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഒരുപാട് സ്നേഹം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ സ്നേഹം നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ. എന്തൊരു സന്തോഷമാണെന്നറിയോ. ഇവർ നമ്മളെ വിടത്തില്ല. നമ്മളെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഫുൾ ടൈം നമ്മുടെ കൂടെ ഈ സഹോദരങ്ങൾ നിന്നത്. അതുകൊണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്യാണ്. അവർ കർത്താവിനെ കുറച്ച് പേരെങ്കിലും അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവർ തന്നെ സ്വന്തം പണം മുടക്കി അവരാണിത് മുഴുവൻ ചെയ്യുന്നത്. ഈ 2
സഹോദരങ്ങൾ, ബൈജു ബ്രദർ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ കർത്താവ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പോയി തിരിച്ചു വരാൻ ദൈവം സഹായിച്ചു. അതുകൊണ്ട് പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള നന്ദി. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ സിറ്റീസ് മാത്രമല്ല വില്ലേജും, സകല ദേശവും സുവിശേഷം പരക്കണം. വില്ലേജ് മാത്രമല്ല സിറ്റിയും വേണം, സിറ്റി മാത്രമല്ല വില്ലേജും വേണം. കർത്താവ് നമുക്ക് തുറന്നു തരുന്ന വാതിലുകൾ എവിടെ ആയാലും, അത് വില്ലേജ് ആകട്ടെ സിറ്റി ആകട്ടെ, നമ്മൾ സുവിശേഷം കൊണ്ട് പോകണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ജോലി ഉള്ളത് കൊണ്ട് സുവിശേഷ വേല ചെയ്യേണ്ട, ഒരിക്കലും ഒരു ലിമിറ്റിംഗ് ഫാക്ടർ അല്ല. നമുക്കൊരു ജോലി കാണും, അതൊന്നും വിഷയമല്ല. എല്ലാ അവസരങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ദൈവം തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ ഏത് ഭാഗമാണ്? അവസാനത്തെ ഭാഗമാണ്. പൗലോസ് റോമിലേക്ക് പോകുന്നതിന് മുമ്പുള്ള അവസാനത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ 2 അധ്യായങ്ങൾ ഒരുമിച്ച് നോക്കും. ചില വാക്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു, യെരുശലേമിൽ വന്നു യാക്കോബിനും അപ്പസ്തോലന്മാരുടെയും മൂപ്പന്മാരുടെ മുമ്പിൽ പൗലോസ് തൻ്റെ പ്രൈസ് റിപ്പോർട്ട്, ജാതികളുടെ ഇടയിൽ കർത്താവ് സുവിശേഷം എങ്ങനെ എത്തിക്കുന്നു എന്നുള്ള മനോഹരമായ വാർത്തകൾ പറയുന്നു. എന്നാൽ അത് പറഞ്ഞതിന് ശേഷം കലഹം ഉണ്ടാകുന്നു. അപ്പോൾ എപ്പോഴും നമുക്ക് നല്ല സ്വീകരണം ഉണ്ടാകണം എന്നില്ല. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷ വേലയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും എല്ലാവരും നമുക്ക് കപ്പ വറുത്തതും മീൻകറിയുമായിട്ട് നിൽക്കണം എന്ന് ആരും ആഗ്രഹിക്കരുത്. ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേറെ ചില കാര്യങ്ങളൂടെ വരും. അപ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക്, എപ്പോഴും സ്നേഹം, എപ്പോഴും സ്വാഗതം, എപ്പോഴും സ്വീകരണം. അങ്ങനല്ല സുവിശേഷ വേല. ചില സമയങ്ങളിൽ നമ്മുടെ മുമ്പ് നമ്മൾ കണ്ടതുപോലെ പൗലോസിനെ നോക്കി വിട പറയാൻ ബുദ്ധിമുട്ട് കാരണം കരയുന്ന സഹോദരന്മാർ. എന്നാൽ ഇവിടെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവനെ കൊല്ലാനുള്ള ദേഷ്യം. സോ ഇതെല്ലാം സുവിശേഷ വേലയുടെ പാക്കേജാണ്. സകലതും സ്തോത്രത്തോടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ദാസന്മാർ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ആക്സ് അപ്പോസ്തല പ്രവൃത്തിയിൽ 21-ാമത്തെ അധ്യായത്തിൻ്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ആ 7 ദിവസം തീരാറായപ്പോൾ ആസിയയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദൈവാലയത്തിൽ കണ്ടിട്ട് പുരുഷാരത്തെയൊക്കെ ഇളക്കി അവനെ പിടിച്ചു. ഇസ്രായേൽ പുരുഷന്മാരെ സഹായിപ്പീൻ, ഇവനാകുന്നു ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ. അവൻ യവനന്മാരെയും ദൈവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു ഈ വിശുദ്ധ സ്ഥലം തീണ്ടിച്ചു കളഞ്ഞു എന്ന് വിളിച്ചു കൂകി. അവർ മുമ്പാകെ എഫേസ്യനായ ത്രോഫിമോസിനെ അവനോടുകൂടെ നഗരത്തിൽ കണ്ടതിനാൽ പൗലോസ് അവനെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് നിരൂപിച്ചു. നഗരമെല്ലാം ഇളക്കി ജനം ഓടിക്കൂടി പൗലോസിനെ പിടിച്ച് ദേവാലയത്തിൽ പുറത്തേക്ക് ഇഴച്ചു കൊണ്ടുപോയി ഉടനെ വാതിലുകൾ അടച്ചു കളഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തെറ്റായ ആരോപണങ്ങൾ പൗലോസിന് നേരെ ചൂണ്ടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഈ യഹൂദന്മാരായിട്ടുള്ളവരുടെ ഇടയിൽ ഒരു ഇടർച്ച വരാതിരിക്കാൻ വേണ്ടിയാണ് താൻ 4 പേർക്ക് നേർച്ചയ്ക്കുള്ള കാശും കൊടുത്ത് പ്രശ്നം ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് ഞാനും നിങ്ങളിൽ ഒരുവനാണെന്നുള്ളത് വ്യക്തമായി അവർക്ക് പറഞ്ഞു കൊടുത്തു. അതെല്ലാം ചെയ്തിട്ടും പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ യഹൂദന്മാർ ഇവനെതിരായി നിരൂപിച്ചു. അപ്പോൾ പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കുന്ന എപ്പോഴും യേശു കർത്താവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചതാരാ? യഹൂദന്മാരാണ്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നതാരാണ്? യഹൂദന്മാരാണ്. പൗലോസിനെ ഇപ്പോൾ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആരാണ്? ഈ യഹൂദന്മാർ തന്നെ. അതുകൊണ്ട് ഈ നമ്മുടെ അകത്തെ സിസ്റ്റത്തിനകത്തുള്ളവരെല്ലാം ഈ സുവിശേഷത്തിന് പോസിറ്റീവായി നിൽക്കുമെന്നൊന്നും ആരും ചിന്തിക്കരുത്. ചിലപ്പോൾ ഏറ്റവും വലിയ എതിർപ്പുകൾ പുറത്തുനിന്നല്ല, ചിലപ്പോൾ അകത്തുനിന്ന് തന്നെയായിരിക്കും ലഭിക്കുന്നത്. ഇത്രയും സ്നേഹിച്ച ഈ യഹൂദന്മാർ എന്താണ് പറയുന്നത്? പൗലോസ് എന്നാ പറഞ്ഞത്? എൻ്റെ സ്വന്തം, റോമാലേഖനം നമ്മൾ പഠിച്ചു, അവർക്ക് വേണ്ടി എൻ്റെ വലം കൈ വേണമെങ്കിലും നിങ്ങൾ അങ്ങ് മുറിച്ച് മാറ്റിക്കുമെന്നാണ് പറയുന്നത്. അത്ര സ്നേഹത്തോടെ കരുതിയ യഹൂദ സഹോദരന്മാര് പൗലോസിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഒരു ഞങ്ങളെ ഇഷ്ടമില്ലാത്തവൻ, അല്ലെങ്കിൽ യഹൂദ വർഗത്തോട് ഒരു വൈരാഗ്യമുള്ളവൻ എന്നുള്ളതാണ് യഹൂദ മതസ്ഥർ സ്ഥാപിച്ചു വെച്ചത്. അപ്പോൾ ഒന്നാമത് ഇവനെതിരായി, അതായത് പൗലോസിനെതിരായി പറഞ്ഞ വ്യാജ പ്രചരണം, ഇത് യഹൂദന്മാർക്ക് എഗൻസ്റ്റ് ആണ്. 2, അവൻ ന്യായപ്രമാണത്തിനെതിരായി പ്രവർത്തിക്കുന്നു. എപ്പോഴെങ്കിലും പൗലോസ് ന്യായപ്രമാണത്തിനെതിരെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. റോമലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത്. എന്താണ് ന്യായപ്രമാണം? തെറ്റല്ല. ന്യായപ്രമാണം തെറ്റാണെന്നോ മോശയുടെ പ്രമാണം തെറ്റാണെന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ന്യായപ്രമാണത്തിന് സാധിക്കാത്തത് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ സാധിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. 3, ഇവൻ എന്താണ് പറഞ്ഞത്? ഈ പറയുന്ന നമ്മുടെ ടെമ്പിൾ,
നമ്മുടെ ഈ യഹൂദ ടെമ്പിളിനെതിരെ അവൻ സംസാരിച്ചു എന്നാണ് പറയുന്നത്. എപ്പോഴെങ്കിലും ഈ സ്ഥലത്തിനെതിരായി പൗലോസ് പ്രസംഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. 4, ഏറ്റവും വലിയ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ത്രോഫിമോസ് എന്ന് പറയുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന എഫേസ്യനെ നമ്മുടെ പള്ളിയിലേക്ക് കയറ്റി. ഇതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പഴയ നിയമത്തിൽ യഹൂദ സംസ്കാരം അനുസരിച്ച് ജാതികൾക്കൊരു സ്ഥലമുണ്ട്. ജാതികളുടെ സ്ഥലം കഴിഞ്ഞാൽ പിന്നെ ഒരുവനും അകത്തേക്ക് പ്രവേശിപ്പാൻ സാധ്യമില്ല. അപ്പോൾ എന്താണ് പറഞ്ഞത്? ത്രോഫിമോസും പൗലോസും ഒരുമിച്ച് പട്ടണത്തിലൂടെ നടക്കുന്നത് ഇവർ കണ്ടു കാണും. ത്രോഫിമോസ് ആരാണ്? എഫേസോസിൽ നിന്ന് വന്ന പൗലോസിന്റെ വേലയിലൂടെ കർത്താവിനെ അറിഞ്ഞ ഒരു കർത്താവിനെ സ്നേഹിക്കുന്ന വിശ്വാസി. അവനെ അവിടെ കണ്ടതുകൊണ്ട് പറയാണ്, ഈ ത്രോഫിമോസിനെ അവൻ പള്ളിയുടെ അകത്തേക്ക് കൊണ്ടുവന്നു. അവരങ്ങ് ചിന്തിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പള്ളിക്കകത്ത് ഒരു മനുഷ്യനെയും കൊണ്ടുവരാൻ സാധിക്കത്തില്ല. കാരണം എന്നാ? ആ കാലത്ത് റോമാക്കാർ പോലും യഹൂദന് ഒരു അനുവാദം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും വിജാതിയൻ അവരുടെ പള്ളിക്കകത്തേക്ക് കയറിയാൽ അവരെ കൊന്നുകളയാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു റോമാക്കാരൻ പോലും, യഹൂദനല്ലാത്ത റോമാക്കാരൻ പോലും അകത്തേക്ക് പോയാൽ യഹൂദൻ അവരെ കൊല്ലുകളയാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. യോസിഫസ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ ത്രോഫിമോസിനെയും കൊണ്ട് പൗലോസ് പള്ളിയിലേക്ക് പോകുമോ? ഒരിക്കലും പോകത്തില്ല. എന്നാൽ അവരെന്താണ് പറഞ്ഞു കൂട്ടിയിരിക്കുന്നത് ഇതാണ്, ഈ പറയുന്ന വിജാതിയനെ, ത്രോഫിമോസിനെ പൗലോസ് അകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ഈ പൗലോസിന്റെ ഹൃദയം എന്തുമാത്രം പൊട്ടിക്കാണുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതുപോലെ തൻ്റെ സ്വന്തം ജനത്തെ സ്നേഹിച്ചൊരു കൂട്ടൻ, അവരെങ്ങനെയെങ്കിലും സത്യസുവിശേഷം കേൾക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ട് തൻ്റെ ജീവൻ വരെ അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ വില്ലിങ്. 2, ഇസ്രായേലിന്റെ ദൗത്യം എന്താണ്? ഇസ്രായേലിന്റെ ദൗത്യം ജാതികൾ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളതാണ് ഇസ്രായേലിന്റെ ദൗത്യം. അവിടെ അവർ കംപ്ലീറ്റ്ലി ഫെയിലായി. ഈ സഭ ആ ദൗത്യം ഏറ്റെടുത്തിട്ട് ത്രോഫിമോസിനെയും കൊണ്ട് വരുമ്പോൾ തൻ്റെ സ്വന്തം ജനം അവനെ മാറ്റി നിർത്തുന്നത് ഇത് കാണുമ്പോൾ എന്തൊരു വിഷമമായിരിക്കും. പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ പെടാത്തവരെയൊക്കെ നമ്മൾ ആരാധനയ്ക്ക് കൊണ്ടുവരുമ്പോൾ ആളുകൾ അവരെ നോക്കുന്ന നോട്ടം കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നോവും ഉണ്ടാകും. ഇന്നും ജാതി സംസാരിക്കുന്ന ചില കൂട്ടങ്ങൾ ദൈവസഭയിലുണ്ട്. ജാതിയുടെ ബേസിസിൽ വേർതിരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ഇതൊരു സുവിശേഷ വിഹിതമായ ഒരു നടപ്പല്ല. വേർപാടിനെ നടിച്ചുവരനെ ഇടിച്ചു കളഞ്ഞത് ക്രിസ്തുവാണെങ്കിൽ ഏത് മനുഷ്യനും എനിക്കുള്ള അത്രയും ആക്സസ് എൻ്റെ സഹോദരനുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അവിടെ തടുത്തു നിർത്താൻ യാതൊരു കാരണവശാലും ഒക്കത്തില്ല. അപ്പൊ ഇങ്ങനത്തെ തെറ്റായ പ്രചരണങ്ങൾ പറഞ്ഞാണ് പൗലോസിനെതിരായി അവർ പറഞ്ഞത്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? എല്ലാവരും അവനെ കൊന്നുകളയാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ ഇങ്ങനെ തീരുമാനിച്ച് അവനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 21-ാമത്തെ അധ്യായത്തിന്റെ 31 മുതൽ 36-ാമത്തെ വാക്യം വരെ ഞാൻ വായിക്കാം. അവിടെ അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ യെരൂശലേം ഒക്കെയും കലക്കത്തിൽ ആയി എന്ന് പട്ടാളത്തിന്റെ സഹസ്രാധിപന് വർത്തമാനം എത്തി. അവൻ ക്ഷണത്തിൽ പടയാളികളെയും ശതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ നേരെ പാഞ്ഞു വന്നു. അവർ സഹസ്രാധിപനെയും പടയാളികളെയും കണ്ടപ്പോൾ പൗലോസിനെ അടിക്കുന്നത് നിർത്തി. സഹസ്രാധിപൻ അടുത്തു വന്ന് അവനെ പിടിച്ച് 2 ചങ്ങല വെപ്പാൻ കൽപ്പിച്ചു. അവർ എന്നും എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. പുരുഷാരത്തിൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും നിലവിളിച്ചു കൊണ്ടിരുന്നു. ആരവാരം ഹേതുവായി നിശ്ചയമൊന്നും അറിഞ്ഞുകൂടായകയാൽ അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. പടിക്കെട്ടിന്മേലായപ്പോൾ അവിടെ കൊന്നുകളക എന്ന് ആർത്തുകൊണ്ട് ജനസമൂഹം പിൻചെല്ലുകയാൽ പുരുഷാരത്തിന്റെ ബലാത്കാരം പേടിച്ചിട്ട് പടയാളികൾ അവനെ എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതിനിടയിൽ റോമൻ ഇന്റർവെൻഷൻ വരികയാണ്. അപ്പൊ ലിസിയസ് എന്ന് പറയുന്ന ഈ വലിയ ഒരു സഹസ്രാധിപൻ എന്താണ് ചെയ്യുന്നത്? സഹസ്രാധിപനല്ല, ശതാധിപൻ എന്താണ് ചെയ്യുന്നത്? ഈ സഹസ്രാധിപൻ എന്ന് പറഞ്ഞാൽ 100 പേർക്ക് ഇൻചാർജ് ആയിട്ടുള്ള ഒരാള്, അങ്ങനെ ഒരു സോൾജറാണ് സഹസ്രാധിപൻ. അവരായിരുന്നു ഇതിന്റെ ബേസ്. റോമൻ പട്ടാളത്തിന്റെ ഒരു നടുത്തൂണെന്ന് പറയുന്നത് ഈ സഹസ്രാധിപൻ. ഇങ്ങനെ 200ഓളം പടയാളികളെ അയച്ചിട്ട് അവര് ഇതിനകത്ത് എങ്ങനെയെങ്കിലും പൗലോസിനെ രക്ഷിക്കാൻ വേണ്ടി പൗലോസിനെ കോട്ടയ്ക്കകത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം,
പൗലോസ് ഒരു ഒരു ടെററിസ്റ്റ് ആണെന്നുള്ള കരുതലിലാണ് അറസ്റ്റ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, ഈ പറഞ്ഞ എന്താണ് സംഭവിക്കുന്നത്, അഗബോസ് പറഞ്ഞ അതേ പ്രവചനം നിവർത്തിക്കുകയാണ്. എന്താണ്? അഗബോസ് പറഞ്ഞു, നിന്നെ രണ്ട് ചങ്ങലയാൽ രണ്ടുപേരുടെ ഇടയിൽ ബന്ധിക്കപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോൾ അഗബോസിന്റെ പ്രവചനം ഇവിടെ പൂർത്തിയാകാണ്. ഇതെല്ലാം കഴിഞ്ഞ് അവനെ എങ്ങനെയോ റോമൻ പടയാളികൾ രക്ഷപ്പെടുത്തി കോട്ടയ്ക്കകത്ത് കൊണ്ടുപോയപ്പോൾ വീണ്ടും യഹൂദന്മാർ ആർത്ത് വിളിക്കുന്നത് എന്താണ്? ഇവനെ കൊന്ന് കളക എന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ എന്താണ് പൗലോസിന്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രെയിനും സ്ട്രെസ്സും വരുമ്പോൾ ഒരു വിശ്വാസി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു സ്പോഞ്ചിനകത്ത് എന്താണ് എന്നുള്ളത് ഒരിക്കലും സ്പോഞ്ച് കണ്ടാൽ മനസ്സിലാകത്തില്ല. അതിനകത്ത് നാരങ്ങ വെള്ളമാണോ അതോ വിന്നാഗിരിയാണോ അതോ പച്ചവെള്ളമാണോ എന്നുള്ളത് ഒരു സ്പോഞ്ച് ഇങ്ങനെ നനഞ്ഞു കുതിർന്നിരിക്കുമ്പോൾ അതിനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതിനെ ഒന്ന് സ്ക്വീസ് ചെയ്യുമ്പോഴാണ് അകത്തുള്ളത് പുറത്തു വരുന്നത്, അല്ലയോ? എന്ന് പറഞ്ഞ പോലെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, എപ്പോൾ സ്ട്രെയിൻ വരുമോ അപ്പോൾ അറിയാം ഒരു മനുഷ്യൻ്റെ അകത്തെ യഥാർത്ഥം. അതിന് നല്ല ഉദാഹരണമാണ്, നമ്മുടെ തള്ളവിരലിന് ഒരു നല്ല ചവിട്ട് കിട്ടുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഭാഷയാണ് നമ്മുടെ നാച്ചുറൽ ഭാഷ, അതാണ് അകത്ത് കിടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, എത്ര സൊഫിസ്റ്റിക്കേറ്റഡ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന വ്യക്തിയും അവൻ്റെ തള്ളവിരലിൽ ഒരു ചവിട്ട് കിട്ടുമ്പോൾ ഈ ഭാഷ മാറും, ഇല്ലയോ? എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ്റെ സമയത്തറിയാം ഒരു വിശ്വാസിക്കകത്ത് എന്താ ഉള്ളതെന്നുള്ളത്. അതുകൊണ്ടാണ് എപ്പോഴും ക്രൈസിസിന്റെ സമയത്ത് നമ്മുടെ സഹോദരങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. അങ്ങനെ നല്ലതുപോലെ അപ്പോസ്തലനെ പോലെ പ്രതികരിക്കുന്നവനാണ് കർത്താവിൻ്റെ വേലയ്ക്ക് കൊള്ളാവുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. സ്ട്രെയിൻ്റെ സമയത്ത് ഒരുപാട് പേര് തകർന്നു പോകും. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്, യേശുവിനെ പോലെ പൗലോസ് ആദ്യം ഒന്നും മിണ്ടുന്നില്ല, നിങ്ങൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു. അതിനുശേഷം 37 മുതൽ 40 വരെയുള്ള വാക്കിൽ, കോട്ടയിൽ കടക്കുമാറായപ്പോൾ പൗലോസ് സഹസ്രാധിപനോട്, എനിക്ക് നിന്നോടൊരു വാക്ക് പറയാമോ എന്ന് ചോദിക്കുന്നു. അതിനവൻ, നിനക്ക് യവന ഭാഷ അറിയാമോ? കുറെ നാൾ മുമ്പേ കലഹമുണ്ടാക്കി 4000 കട്ടാരക്കാരെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മിസ്രൈം എന്നീ അല്ലയോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, ഞാൻ കിലിക്കിയയിൽ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായൊരു യഹൂദനാകുന്നു, ജനത്തോട് സംസാരിപ്പാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അനുവദിച്ചപ്പോൾ പൗലോസ് പടിക്കെട്ടിന്മേൽ നിന്നുകൊണ്ട് ജനത്തോട് ആംഗ്യം കാട്ടി വളരെ മൗനമായ ശേഷം എബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞതാവിത്. അപ്പോൾ എന്താണ് ആദ്യം ചെയ്യുന്നത്? പൗലോസ് യാചിക്കുകയാണ്, സഹസ്രാവിനോട് പറയാ, എനിക്ക് സംസാരിക്കാമോ? അപ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുമാത്രം എളിമയുള്ളൊരു മനുഷ്യൻ. പിടിച്ചു കെട്ടിക്കൊണ്ട് പോയപ്പോൾ വാ തുറന്ന് എന്തെങ്കിലും പറയുകയല്ല, പക്ഷെങ്കിൽ എളിമയോടെ എനിക്ക് 2 വാക്ക് പറയാം, പെർമിഷൻ ചോദിക്കുകയാണ്. പെട്ടെന്ന് എന്താണ് സംസാരിക്കുന്നത്? യവന ഭാഷയിൽ സംസാരിക്കുന്നത്. യവന ഭാഷ എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ഭാഷയല്ല, നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനും അറിയത്തുള്ളൂ യവന ഭാഷ. ദിസ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ദ സൊഫിസ്റ്റിക്കേറ്റഡ്, അറിവുള്ള ഹെലിനിസ്റ്റിക് ഭാഷയാണ്. ഈ യവന ഭാഷ അങ്ങോട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇവനൊരു സാധാരണ കുറ്റവാളി ഒന്നുമല്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഈ ഒരു മിസ്രൈമിനൊന്നുമല്ല, ഇവന് നല്ല പഠിപ്പും വിദ്യാഭ്യാസവും ഉണ്ട്. ഈ പറഞ്ഞ ഈ മിസ്രൈമിൻ എന്താണ് ചെയ്തത്? 400ഓളം, ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ എഴുതിയിരിക്കുന്നത്? 4000 പേരല്ല, അതിലൊക്കെ കൂടുതലാണെന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. 4000 പേരെ അല്ല, ഇങ്ങനെ കുറേ പേരോട് പറഞ്ഞ് അദ്ദേഹം ഒലിമലയിൽ ഇവരെ എല്ലാം കൊണ്ടുപോയ ഒരു കള്ളപ്രവാചകനായിരുന്നു. എന്നിട്ട് പറഞ്ഞു, താൻ സംസാരിക്കുമ്പോൾ, താൻ പ്രവചിക്കുമ്പോൾ യെരുശലേമിൻ്റെ മതിലുകളെല്ലാം താഴെ വീഴും, അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞൊരു കള്ളപ്രവാചകനായിരുന്നു. അവനായിരുന്നത് വിചാരിച്ചാണ് സംസാരിച്ചത്, അവനെപ്പോലെ ഒരുവനാണെന്ന് വിചാരിച്ചാണ് സംസാരിച്ചത്. പക്ഷേ യവന ഭാഷ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, എന്താണ്, ഇവൻ സാധാരണക്കാരനല്ല. എന്നിട്ട് നേരെ തൻ്റെ സ്വന്തം ജനത്തോട് തിരിഞ്ഞിട്ട് എബ്രായ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ് പൗലോസ് ഉപയോഗിച്ചത്? പൗലോസ് ആദ്യം ഉപയോഗിച്ചത് തൻ്റെ ഹ്യൂമിലിറ്റി. എനിക്ക് സംസാരിക്കാമോ? എനിക്ക് പെർമിഷൻ തരാമോ? അലച്ചു വിളിക്കുകയല്ല, പക്ഷെങ്കിൽ പെർമിഷൻ ചോദിക്കും. 2, അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവൻ സാധാരണക്കാരനല്ല. അതിനുശേഷം അനുവാദം കിട്ടിയതിന് ശേഷം തൻ്റെ സ്വന്തം ജനത്തിലേക്ക് തിരിഞ്ഞിട്ട് പിന്നെന്താ സംസാരിക്കുന്നത്? അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കുന്നു.
പൗലോസ് എന്നിട്ട് ഈ 22-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ സാക്ഷ്യം പറയുകയാണ്. ഈ സാക്ഷ്യം മുഴുവൻ നമ്മൾ വായിക്കുന്നില്ല. എന്താണ് നമ്മൾ വായിക്കാത്തതിന്റെ കാരണം? അപ്പോസ്തല പ്രവർത്തികൾ 3 സ്ഥലത്ത് തന്റെ മാനസാന്തരത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. പക്ഷെങ്കിൽ ഇതിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് തന്റെ ജീവിതത്തിൽ ചെയ്ത വലിയ വേല എത്ര വലുതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് എങ്ങനെയാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്? ഈ അപ്പോസ്തോലിനെ അടിക്കുകയും അദ്ദേഹത്തിനെ കൊന്നുകളയുക എന്ന് പറയുന്ന ഈ വലിയ ജനത്തോട് എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടോ? പ്രവൃത്തികളുടെ പുസ്തകം 22-ന്റെ 1-2 വാക്യം മാത്രം ഞാൻ വായിക്കാം, ബാക്കി ഞാൻ വായിക്കുന്നില്ല. സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളോരെ, എനിക്ക് നിങ്ങളോടുള്ള പ്രതിവാദം കേട്ടുകൊള്ളുവീൻ. എന്നാൽ എബ്രാ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ട് അവരധികം മൗനമായി ഇരുന്നു. അപ്പോൾ ആദ്യം ഇവരെ വിളിക്കുന്നത് എന്താണ്? സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ. പ്രിയമുള്ളവരെ, ഞാൻ ചോദിച്ചോട്ടെ, നമ്മളെ അടിച്ച് നമ്മളെ കൊല്ലാൻ ഭാവിക്കുന്ന ജനത്തോട് സഹോദരന്മാരെ എന്ന് വിളിക്കാനുള്ള ദൈവകൃപ ഉണ്ടോ? ഒന്ന് ചിന്തിക്കുക. സഹോദര, പിതാക്കന്മാര എന്ന് വിളിക്കാൻ ഉള്ള ദൈവകൃപ എന്നിലും നിങ്ങളിലുണ്ടോ? പുറത്തു നിന്ന് അടി വരണ്ട, അയലോക്കത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ സഹോദര എന്ന സ്നേഹത്തോട് വിളിക്കാനുള്ള ദൈവകൃപയുണ്ടോ? ശോധന ചെയ്യണം കേട്ടോ. എന്താണെന്നറിയാമോ ശോധന ചെയ്യേണ്ട കാര്യം? നല്ല മനസാക്ഷിയെക്കുറിച്ച് പറയാൻ പോവുക, അതുകൊണ്ട് ശോധന ചെയ്യണം. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ ഈ സുവിശേഷ വിരോധികൾ നമ്മളെ നോർത്ത് ഇന്ത്യയിൽ പോയി തല്ലുന്ന കാര്യം അതൊക്കെ വിട്. അതൊക്കെ ലെവൽ നമ്പർ 10 ആണ്. ഞാൻ ചോദിക്കുന്ന ലെവൽ നമ്പർ 1. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മളെ മൈൻഡ് ചെയ്യാത്ത, അല്ലെ നമ്മുടെ കൂട്ടു സഹോദരങ്ങളിൽ ഒരാൾ, അല്ലെ നമ്മുടെ ഫെലോഷിപ്പിൽ വരുന്ന ചില സഹോദരന്മാർ നമുക്ക് വിപരീതമായി എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് അവരെ സഹോദര എന്ന് വിളിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചോണം, ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സിലായോ? ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചിലർ പറയും, കർത്താവിന് വേണ്ടി ഞാൻ രാജസ്ഥാനിൽ പോയി മരിക്കാൻ തയ്യാറാണ്, സുവിശേഷ വിരോധികൾ എന്നെ കൊന്ന. ആയിക്കോട്ടെ, നല്ല കാര്യം തന്നെ. ഞാൻ ചോദിക്കുന്നത്, തൊട്ടടുത്ത് കിടക്കുന്നവൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് അവനോട് സംസാരിക്കാതിരിക്കുകയല്ലേ? ഇപ്പം 2 വർഷമായി സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? അവൻ സഭയിലൊക്കെ വരുന്ന പാർട്ടിയാണ്, പക്ഷെ എന്നാലും അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരാൾക്ക് നല്ല മനസാക്ഷി ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ. അപ്പോൾ താൻ ദേഷ്യപ്പെടാതെ ചൂടാകാതെ എന്താ പറയുന്നത്? സഹോദരന്മാരെ എന്ന് വിളിക്കുന്നു. എന്നിട്ട് അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നു. എന്നിട്ട് പിന്നെ എന്താ പറയുന്നത്? പിന്നെ ഓരോ പടിയായിട്ട്, നിങ്ങളത് വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, തൻ്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. പറയുന്നു, ഞാൻ പരീശന്മാരിൽ പരീശനായിരുന്നു, എനിക്ക് ഒരുപാട് എരിവുണ്ടായിരുന്നു, നമ്മുടെ മതത്തെക്കുറിച്ച് ഒരുപാട് എരിവുണ്ടായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ ക്രിസ്തീയ വിശ്വാസികൾ ഈ മാർഗക്കാരെ കൊന്നു കളയണമെന്ന് ഞാൻ തീരുമാനിച്ചു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാനാണ് അതിന്റെ സാക്ഷ്യം വഹിച്ചത്, ഞാനാണ് അതിന്റെ കാരണക്കാരൻ. എന്നിട്ട് പിന്നെ എന്നാ പറയുന്നു, എന്നാൽ യേശു ക്രിസ്തു എന്നെ കണ്ടു, എന്നെ വീണ്ടെടുത്തു, ദമസ്കോസിന്റെ പടുവാതിൽക്കൽ വെച്ചു അവൻ എന്നെ പേര് വിളിച്ചു, ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് മാത്രമല്ല, പിന്നെന്താ പറയുന്നത്? അവസാനം പറയുന്നു, എന്നിട്ട് ഞാൻ ജാതികളുടെ ഇടയിൽ എന്നെ അവനൊരു അപ്പോസ്തലനായി അയച്ചു. തൻ്റെ ഫുൾ സാക്ഷ്യം അവിടെ പറയുന്നു കേട്ടോ. സ്നേഹത്തോടാണ് പറയുന്നത്. അതിന് എന്താണ് ഇവർ ഉത്തരം പറയുന്നത്? 22 മുതൽ 25 വരെ, ആക്ട്സ് ചാപ്റ്റർ 22 to 25. ഈ വാക്കോളം അവർ അവന് ചെവി കൊടുത്തു. പിന്നെ ഇങ്ങനത്തവനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളക, അവൻ ജീവിച്ചിരിക്കുന്നത് യോഗ്യമല്ല എന്ന് നിലവിളിച്ച് പറഞ്ഞു. അവർ കൂക്കലിട്ടും വസ്ത്രം കീളിക്കളഞ്ഞും പൂഴി വാരി മേലോട്ട് എറിഞ്ഞ് കൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ അവന്റെ നേരെ ആർക്കുവാൻ സംഗതി എന്ത് എന്ന് അറിയേണ്ടതിന് ചമ്മട്ടി കൊണ്ട് അവനോട് ചോദ്യം ചെയ്യണം എന്ന് സഹസ്രാധിപൻ പറഞ്ഞ് അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. തന്നെ വാറുകൊണ്ട് കെട്ടുമ്പോൾ പൗലോസ് അരികെ നിൽക്കുന്ന ശതാധിപനോട്, റോമാ പൗരനും വിസ്താരം കഴിക്കാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിക്കുന്നു. പ്രിയമുള്ള, ഇവിടെ എന്താ? തന്റെ സാക്ഷ്യം വ്യക്തമായി പറയുന്നു. പറഞ്ഞതിന് ശേഷം ഇവരെന്നാ പറയുന്നത്? ഇങ്ങനത്തവനെ ഭൂമിയിൽ നിന്ന് തന്നെ നീക്കിക്കളക.
എന്നിട്ട് ചുറ്റും നിൽക്കുന്ന അവിശ്വാസികൾ, അതായത് യഹൂദ പാരമ്പര്യമില്ലാത്ത പള്ളിക്കാരല്ലാത്തവർ ചുറ്റും നിന്നിട്ട് പറയാ, ഇവനെ ഇങ്ങനെ കിടന്ന് മർദ്ദിക്കാൻ എന്താ ഇവൻ ചെയ്തതെന്ന് ചോദിക്കുക. അവരമ്പരന്ന് ചോദിക്കുക, എന്താണ് സംഭവിച്ചത്? ആർക്കും അറിയത്തില്ല എന്തിനു വേണ്ടിയാണെന്ന്. പ്രിയമുള്ളവരെ, ഇതാണ് യേശു ക്രിസ്തുവിനെ അവരെ ക്രൂശിച്ചപ്പോൾ ഇത് തന്നെയല്ലേ സംഭവിച്ചത്? ഇവനിൽ തെറ്റൊന്നും, പീലോസ് പറയും, ഇവൻ ചെയ്ത തെറ്റെന്താണെന്ന് പറ. ഞാൻ കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം പറഞ്ഞതുപോലെ, ഇന്ന് ക്രൈസ്തവ മിഷണറിമാർ, യഥാർത്ഥ മിഷണറിമാർ ചെയ്ത തെറ്റെന്താണ് എന്ന് ലോകത്തോട് ചോദിക്കുമ്പോൾ ആർക്കും ഒന്നും പറയാനില്ലെന്നുള്ളതാ. എന്താണ് ഇവർ ചെയ്ത തെറ്റ്? അവർ സ്കൂള് ശരി, അവർ സ്കൂള് ഉണ്ടാക്കി, അതുകൊണ്ട് നമുക്കൊക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റി. വിശന്നിരുന്നവന് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു, അതുകൊണ്ട് നമ്മളെല്ലാം കഴിച്ചു. എന്താണ്? അടിമ വ്യാപാരം നിർത്തിയത് കൊണ്ട് നമ്മളെല്ലാം സ്വതന്ത്രം. ഇവരെന്ത് തെറ്റാ ചെയ്തത്? എന്ത് തെറ്റാ ചെയ്തത്? പക്ഷെ പറയുന്നത് ഇങ്ങനെയുള്ളവനെ നമ്മൾ ഭൂമിയിൽ നമ്മൾ അവനെ ജീവിക്കാൻ അനുവദിച്ചു കൂടാന്ന്. എന്ത് തെറ്റാ ചെയ്തത്? ആർക്ക് പറഞ്ഞുകൂടാ. ശതാധിപൻ ചിന്തിക്കുക, ഇവൻ എന്തോ ഈ ചെയ്ത്. അവസാനം പറഞ്ഞു, ചിലപ്പോൾ ഭയങ്കരമായി എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും, അതുകൊണ്ട് അവനെ ചമ്മട്ടിക്കിട്ടടിച്ച് അവനെ കൊണ്ട് സത്യം നമുക്ക് പറയിപ്പിക്കാം, അല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതാണ് ഒരു അൺറീസണബിൾ ആയിട്ടുള്ള കാര്യം. അവസാനം പറയാണ്, എന്താണ് പറയുന്നത്? പൗലോസ് അടുത്തിരിക്കുന്ന പടയാളിയോട് പറയാ, റോമാക്കാരനെ വിസാരം കൂടാതെ ചമ്മട്ടിക്കിട്ടടിക്കുന്നത് ശരിയാണോ, വിഹിതമാണോ? അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായി, ഈ ലീസിയസ് എന്ന് പറയുന്ന മനുഷ്യൻ, ഈ വലിയ പ്രമാണിക്ക് മനസ്സിലായി, അയ്യോയ്യോ, ഇദ്ദേഹത്തെ നമ്മൾ റോമാക്കാരനാണെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ, നമ്മൾ ഓർത്ത് മിസ്രൈമ്യനാണെന്ന് വിചാരിച്ച് നമ്മൾ ചമ്മട്ടി കൊണ്ട് അടിക്കാൻ, ഇവനെ വിസ്താരം കൂടാതെ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പോലും പാടില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് പറയുകയാണ്, എന്താണ്? അയ്യോ, എന്നെ നിങ്ങൾ മനസ്സിലാക്കിയേക്കണം, തെറ്റിദ്ധരിക്കരുത്, എൻ്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയതാണ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്നാണെന്നറിയോ? പൗലോസ് ഉടനെ, എന്നാ പിന്നെ നിന്നെ കാണിച്ചു തരാം അവിടെ, നീ എനിക്ക് പണി തന്നതല്ലേ, എന്നാൽ ഞാൻ നിനക്കൂടെ പണി തരാം. ഒന്നുമില്ല, ആ വഴിക്കേ പിന്നെ പൗലോസ് പോകുന്നില്ല. എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ് വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വിട്ട് കളഞ്ഞു. പിന്നെ ഇനി പൗലോസിന്റെ മിഷനുമായിട്ട് ക്യാരി ഓൺ ചെയ്യുക. ഇന്ന് പല വിശ്വാസികളുണ്ട് ഈ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന മിഷനിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുക. എന്താണെന്നറിയാമോ? ഈ പക എങ്ങനെയെങ്കിലും വീട്ടിൽ തീർക്കാൻ വേണ്ടിയാണ് ജീവിതത്തിന്റെ പല എനർജിയും മനസ്സും കഴിവും ടാലന്റും എല്ലാം ഉപയോഗിക്കുന്നത്. എങ്ങനെ എനിക്ക് തിരിച്ച് ഇവന് പണി കൊടുക്കാം എന്നുള്ളതാണ്. പൗലോസ് ഒന്നുമില്ല. പൗലോസിന് ഈസി ആയിട്ട് വേണമെങ്കിൽ തിരിച്ച് ഈ ലിസിയസിന്റെ നിന്റെ കസേറ തെറിപ്പിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പൗലോസിന് വേണമെങ്കിൽ പറയായിരുന്നു. കാരണം കയ്യിലുണ്ട്, വളരെ പെട്ടെന്ന് പുള്ളിയെ കൊണ്ട് നമുക്ക്. പക്ഷെ പൗലോസ് ആ വഴിക്ക് പോകുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? വേറൊന്നും കൊണ്ടല്ല, പൗലോസിന് വലിയൊരു ദൗത്യം റോമിൽ കിടക്കുന്നു, ആ ദൗത്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അവിടെ പൗലോസിന്റെ മനോഭാവം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്താണ് പൗലോസിന്റെ മനോഭാവം? 26 മുതൽ 30 വരെയുള്ള വാക്യം. ഇത് കേട്ടിട്ട് ശതാധിപൻ ചെന്ന് സഹസ്രാധിപനോട്, നീ എന്ത് ചെയ്യുവാൻ പോകുന്നു? ഈ മനുഷ്യൻ റോമാ പൗരനാകുന്നു എന്ന് ബോധിപ്പിച്ചു. സഹസ്രാധിപൻ വന്ന്, നീ റോമാ പൗരൻ തന്നെയോ? എന്നോട് പറക എന്ന് ചോദിച്ചു. അതെ എന്നവൻ പറഞ്ഞു. ഞാൻ ഏറിയ മുതൽ കൊടുത്ത് ഈ പൗരത്വം സമ്പാദിച്ചു എന്ന് സഹസ്രാധിപൻ പറഞ്ഞതിന്, ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. ഭേദ്യം ചെയ്യുവാൻ ഭാവിച്ചവർ ഉടനെ അവനെ വിട്ടുമാറി. സഹസ്രാധിപനും അവൻ റോമാ പൗരൻ എന്നറിഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചുകൊണ്ട് ഭയപ്പെട്ടു. പിറ്റേന്ന് യഹൂദന്മാർ പൗലോസിന്റെ മേൽ ചുമത്തുന്ന കുറ്റത്തിന് സൂക്ഷ്മം അറിവാൻ ഇച്ഛിച്ചിട്ട് അവൻ മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘവും ഒക്കെയും കൂടി വരുവാൻ കൽപ്പിച്ചു. അവനെ കെട്ടഴിച്ച് താഴെ കൊണ്ടുചെന്ന് അവരുടെ മുമ്പിൽ നിർത്തി. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പെട്ടെന്ന് ഈ ലീസിയസ് എന്ന് പറയുന്ന ആള് പൗലോസിനോടൊന്ന് ചോദിക്കുക, നീ റോമാ പൗരൻ തന്നെയാണോ? കാരണം അന്ന് വാമൊഴി മതി. റോമാ പൗരൻ എന്ന് പറഞ്ഞാൽ, ഞാനൊരു റോമാ പൗരനാണെന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് പാസ്പോർട്ട് വേണ്ട, എൻ്റെ വാമൊഴി മതി. കാരണം എന്നാന്ന് വെച്ചാൽ, ഞാൻ അഥവാ കള്ളമാണ് പറയുന്നതെന്ന് ബോധിച്ചാൽ ആ സമയത്ത് അവനെ കൊന്നുകളയാൻ പെർമിഷനുണ്ട്. അപ്പോൾ റോമാ പൗരൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്നും പറയാൻ ഒക്കത്തില്ല, അവൻ പൗരനാണെങ്കിൽ മാത്രമേ പറയാൻ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവനെ കൊന്നുകളയാം. അപ്പൊ ഈ റോമാ പൗരനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്താണ് പറയുന്നത്? ഈ ലൂഷ്യസ് എന്ന് പറയുന്ന അദ്ദേഹം പറയാണ്, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് ഈ പൗരത്വം, നീയോ നീ ജന്മനാ നിനക്ക് ലഭിച്ച പൗരത്വമാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, പൗലോസ് ജന്മനാ റോമാ പൗരൻ, അടി വാങ്ങിക്കുന്ന ആരുടെയെന്നാ? റോമാ പൗരത്വം കാശ് കൊടുത്ത് വാങ്ങിയവൻ്റെ എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ, ഒരു ദൈവ പൈതലിന് യാതൊരു റൈറ്റ്സുമില്ല. അവകാശവാദം എന്ന് പറയത്തില്ലേ? അവകാശവാദം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദൈവ പൈതലിനില്ല.
അത് നിങ്ങൾക്ക് ചിലർക്ക് അത് അത്ര അങ്ങ് അംഗീകരിക്കാൻ ചിലപ്പം പ്രയാസമായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ ആവർത്തിച്ച് പറയാം, വി ഹാവ് നോ സെൻസ് ഓഫ് എലിജിബിലിറ്റി. ഞാൻ ഇന്നതായതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്യാൻ അനുവാദമില്ല എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് അനുവാദമില്ല. അതുകൊണ്ടാണ് നമ്മളോട് തന്നെ മരിക്കണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാനത് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി. ഒരിക്കലും പറയാം, എന്നാലും നിങ്ങൾക്ക് എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ അനുവാദമില്ല. എന്നെ മൈൻഡ് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്കൊരിക്കലും പറ്റത്തില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ ഒരു വിശ്വാസിക്ക് പറ്റത്തില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. വി ഹാവ് നോ റൈറ്റ്സ്. അവകാശവാദം ഒരു വിശ്വാസിക്കില്ല. അതുകൊണ്ടാണ് എന്നാ നിന്നെ ഞാൻ കാണിച്ചു തരാടാന്ന് ഒരിക്കലും പൗലോസ് പറയാത്തത്. ഇത്ര ശക്തനായ മനുഷ്യൻ, റോമ പൗരൻ, എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് അവസാനം പറയുന്നത്, ഇതൊക്കെ ഉണ്ടായിട്ട് ഞാൻ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കുന്നില്ല. ഞാൻ ആരാന്ന് നിനക്കറിയാമോടാ? അങ്ങനൊരു ചോദ്യം ഒരു വിശ്വാസിക്കില്ല. പിന്നെ എന്താണ് പൗലോസ് പ്രതികരിക്കുന്നത്? എങ്ങനെയാണ് പൗലോസ് പ്രതികരിക്കുന്നത്? ആ അവസ്ഥ ദൈവം അനുവദിച്ചതാണെന്ന് പൗലോസ് അംഗീകരിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരുപക്ഷെങ്കിൽ നാം ചെയ്യാത്ത തെറ്റിന് പോലും നാം അതിൻ്റെ പരിണത ഫലം അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസം അനുഭവിക്കുമ്പോൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല എന്നുള്ളത്. 2, സുവിശേഷം പ്രസംഗിക്കാൻ നല്ലൊരു അവസരമായി ഇതിനെ കൺവേർട്ട് ചെയ്യാണ്. ഈ വലിയ മോബ്, വലിയ ജനക്കൂട്ടം ഇവനെ കൊന്നുകളാ, ഇവൻ ഈ ലോകത്ത് ജീവിച്ച് തീർന്നിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ പൗലോസ് ഇതിനെ എങ്ങനെയാ കാണുന്നത്? ഇത്രയും പേരെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഭയങ്കര പ്രയാസമാണ്. ഈ കാര്യത്തിലെങ്കിൽ ഇത്രയും പേര് കൂടി വന്നല്ലോ, നമുക്ക് ഇവരോട് സുവിശേഷം പറയാം. എല്ലാ സുവിശേഷം പറയാനൊരാവശ്യം. 3, അവരെ സ്നേഹിക്കുന്നു. അവരെ എങ്ങനെ വിളിക്കുന്നത്? സഹോദരന്മാരും പിതാക്കന്മാരായുള്ളവരെ. 4, യേശു കർത്താവിനെ ഉയർത്തുന്നു. തൻ്റെ സാക്ഷ്യം പറയുമ്പോൾ എല്ലാം യേശു കർത്താവ് എത്ര വലിയവനാണെന്നും നല്ലവനാണെന്നും പറയുന്നു. അവസാനം എന്താണ്? താൻ ഈ സഭയൊന്ന് യോജിച്ച് കാണാനുള്ള ആഗ്രഹത്തിൽ യെരുശലേമിലേക്ക് താൻ വരികയാണ്. യെരുശലേമിൽ പൗലോസിന് വരേണ്ട കാര്യമൊന്നുമില്ല. യെരുശലേമിൽ വന്നിട്ട് പൗലോസിന് പ്രൂവ് ചെയ്യാൻ ഒന്നുമില്ല. യെരുശലേമിലെ സ്റ്റേജും പ്ലാറ്റ്ഫോമിന് പൗലോസിന് ആവശ്യമില്ല. തനിക്ക് ശുശ്രൂഷയ്ക്കായിട്ടുള്ള ആവശ്യമായിട്ടുള്ളതെല്ലാം ജാതികളുടെ ഇടയിൽ ദൈവം അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. പക്ഷെ എന്തിനാ വന്നത്? സഭയുടെ ഐക്യത്തിന് വേണ്ടിയാണ് പൗലോസ് ആ വില കൊടുത്തത്. ഇതാണ് പൗലോസിന്റെ ആറ്റിറ്റ്യൂഡ്. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. എന്നിട്ട് ഇവിടെ നമ്മൾ 23-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്നത് ന്യായാധിപ സംഘത്തെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ സെൻഹദ്രിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. 1 മുതൽ 5 വരെ പൗലോസ്, 23-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 5 വരെ പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തൊരു ബോൾഡ് സ്റ്റേറ്റ്മെന്റാ. അപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ് അരികെ നിൽക്കുന്നവരോട് അവന്റെ വായ്ക്ക് അടുപ്പീൻ എന്ന് കൽപ്പിച്ചു. പൗലോസ് അവനോട്, ദൈവം നിന്നെ അടിക്കും വെള്ള തേച്ച ചുവരെ. നീ ന്യായപ്രമാണ പ്രകാരം എന്നെ വിസ്തരിപ്പാൻ ഇരിക്കുകയും ന്യായപ്രമാണത്തിന് വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവോ എന്ന് പറഞ്ഞു. അരികെ നിൽക്കുന്നവൻ, നീ ദൈവത്തിന്റെ മഹാപുരോഹിതനെ ശകാരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, സഹോദരന്മാരെ, മഹാപുരോഹിതൻ എന്ന് ഞാൻ അറിഞ്ഞില്ല. നിന്റെ ജനത്തിന്റെ അധിപതിയെ ദൂഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ 23-ാമത്തെ അധ്യായത്തിലേക്ക് കയറുമ്പോൾ പൗലോസ് ഈ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ന്യായാധിപ സംഘത്തിന് മുമ്പിൽ. എന്നിട്ട് എന്താണ് ഇവിടെ പറയുന്നത്? അവരെയും സഹോദരന്മാരെന്നാണ് വിളിക്കുന്നത്. തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവരോടും വിളിക്കുന്നത് എന്താ? സഹോദരന്മാരെ. എന്നിട്ട് പറയുന്നത് എന്നാ? ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ സാധിക്കുമോ? എൻ്റെ മനസാക്ഷി ക്ലിയർ ആണെന്നുള്ളതല്ല ചോദ്യം, ദൈവസന്നിധിയിൽ എൻ്റെ മനസാക്ഷി ക്ലിയർ ആണോ എന്നുള്ളതാണ് ചോദ്യം. ചിലർ വലിയ അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പ്രശ്നം സോൾവ് ചെയ്യാൻ ചെല്ലുന്നവരോട് പറയും, എൻ്റെ മനസാക്ഷി ക്ലിയറാ. അതെങ്ങനെ ക്ലിയർ ആകുന്നത്? നിന്റെ മനസാക്ഷി ക്ലിയർ ആകുന്നതിന്റെ കാരണം മനസാക്ഷി അത്രമാത്രം അധപ്പതിച്ചത് കൊണ്ടാണ്. സഹോദരനോട് മിണ്ടാതെ 4 വർഷം ഇരുന്നിട്ടും
മനസാക്ഷിക്ക് കുത്തുകൊള്ളാത്തതിന്റെ കാരണം മനസാക്ഷി മരവിച്ചു പോയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി? അപ്പോൾ പൗലോസ് എന്താ പറയുന്നത്? ദൈവസന്നിധിയിൽ എൻ്റെ മനസാക്ഷി ക്ലിയറാണ്. അതുകൊണ്ട് നമ്മുടെ മനസാക്ഷിക്ക് സംഭവിക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇറ്റ് ക്യാൻ ബി ഡാമേജ്ഡ്, ഇറ്റ് ക്യാൻ ബിക്കം ഡിസ്ഫങ്ഷണൽ, ഇറ്റ് ക്യാൻ ബി ഈവൻ ഡിസ്ട്രോയിഡ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാപത്തിൽ നാം ഏർപ്പെട്ടാൽ നമ്മുടെ മനസാക്ഷിയെ നമുക്ക് മരവിപ്പിക്കാൻ വരെ സാധിക്കും. ഉദാഹരണത്തിന്, ഒരു സഹോദരനോട് ഒരാഴ്ച സംസാരിച്ചില്ല, 2 ആഴ്ച സംസാരിച്ചില്ല, നിരപ്പ് പ്രാപിച്ചില്ല, 3 ആഴ്ച സംസാരിച്ചില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി 3 വർഷമായി 5 വർഷമായി സംസാരിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അന്നേരം നമുക്കിപ്പോൾ വലിയ കൂസലൊന്നുമില്ല. ആദ്യത്തെ ആഴ്ച ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു, രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രയാസവും ഇല്ല, ഇപ്പോൾ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുക. അതിന് സംഭവിച്ചതിൻ്റെ കാരണം എന്നാ? മനസാക്ഷി മരവിച്ചു പോയി. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രദ്ധിച്ച് കേട്ടോണം. കർത്താവിൽ നാം വളരുന്നു, കർത്താവിൻ്റെ സ്നേഹത്തിൽ നാം വളരുന്നുവെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ മനസാക്ഷിയെ വളരെ ടെൻഡറായി, വളരെ മൃദുവായി സൂക്ഷിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ജോലിയാണ്. അത് കല്ലുപോലെ ആയിക്കഴിഞ്ഞാൽ, അതുകൊണ്ടല്ലേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, എന്തുമാത്രം വലിയ വലിയ ശുശ്രൂഷകൾ ചെയ്യുന്ന ആളുകൾ സഹോദരന്മാരുമായിട്ട് അടിയും പണക്കവും വഴക്കവും ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടും അവർ പിന്നെയും യാതൊരു പ്രയാസവും ഇല്ലാതെ അവരുടെ പരിപാടി തുടരുകയാണ്. അതിൻ്റെ കാരണം എന്നാ? മനസാക്ഷി മരവിച്ചുപോയി. എന്നിട്ട് പൗലോസ് പറയുന്നത് എന്നാ? ദൈവസന്നിധിയിൽ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ഉറപ്പാണ്, ഇന്നേ ദിവസത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ലെന്നല്ല, ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടും കൂടെ ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ നടന്നിരിക്കുന്നു. ഐ ഹാവ് വാക്ക്ഡ് ബിഫോർ ഗോഡ് വിത്ത് എ ഹെൽത്തി കോൺഷ്യൻസ്. ഇതെല്ലാ ദിവസവും നമുക്ക് പറയാൻ സാധിക്കണം പ്രിയമുള്ളവർ. അഥവാ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കീപ് ഷോർട്ട് അക്കൗണ്ട്സ് വിത്ത് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ എന്തെങ്കിലും നമ്മളെ ഓർമ്മിപ്പിച്ചാൽ ഉടനെ അതിന് നടപടി എടുക്കണം. ഇന്ന് ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ സംസാരിക്കാതെ, നിങ്ങൾ മിണ്ടാതെ, നിങ്ങൾ പിണക്കത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഇന്ന് അവരുടെ മുമ്പിൽ താഴുവാനുള്ള മനോഭാവം ഇന്ന് ദൈവം നിങ്ങൾക്ക് തരട്ടെ, എനിക്കും. കീപ് ഷോർട്ട് അക്കൗണ്ട്സ്. ഞാൻ എന്നാ പറയാനാ? എൻ്റെ സൈഡിൽ നിന്ന് തെറ്റൊന്നുമില്ല, തെറ്റില്ല. പൗലോസിന്റെ സൈഡിൽ എന്ത് തെറ്റാണ് ഉണ്ടായിരുന്നത്? യേശു ക്രിസ്തുവിന്റെ സൈഡിൽ എന്ത് തെറ്റാണ് ഉണ്ടായിരുന്നത്? ഒന്നുകൂടെ ഒന്ന് ഫോൺ വിളിക്കാമോ? ഒന്നുകൂടെ ഒന്ന് മെസ്സേജ് ചെയ്യാമോ? ഒന്നുകൂടെ ഒന്ന് പോയി കാണാമോ? സി, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് അബൌട്ട് കുറെ ബൈബിൾ പഠിക്കുന്നു, കുറെ പ്രസംഗിക്കുന്നു. ഇതൊന്നും അല്ല അല്ല എനിക്ക് വേണ്ടത് കുറെ പ്രാപിക്കുന്നു. നോ, എൻ്റെ ജീവിതത്തിനകത്ത് വലിയ പരിവർത്തനം ഉണ്ടാകണം. അപ്പോൾ ഇന്ന് കർത്താവ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അനുസരിക്കാതെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് അനുസരിക്കണം. കുറച്ച് നാളായി ദൈവശബ്ദം കേൾക്കുന്നു, പക്ഷെ അനങ്ങുന്നില്ലെങ്കിൽ ഇന്ന് അനങ്ങി തുടങ്ങണം. കർത്താവ് പറയുകയാണ്, നീ ഇന്ന ആളിനെ വിളിക്കണം. നമ്മൾ വിളിക്കുന്നില്ല. കാരണം എന്നാ? കുറച്ച് നാളായി, വലിയ പ്രയാസമാണ്, പുള്ളിയെ വിളിക്കാൻ പറ്റുന്നില്ല. വിളിക്കണം. അപ്പോൾ പൗലോസ് പറയാം, ഞാൻ ദൈവസന്നിധിയിൽ എങ്ങനെയാണ് നമ്മുടെ മനസാക്ഷിയെ നമ്മൾ ഷാർപ്പൻ ചെയ്യുന്നത്? എങ്ങനെയാ? ദൈവവചനത്തിൽ നിന്നാണ്. യുവർ കോൺഷ്യൻസ് ഈസ് ഷാർപ്പൻഡ് ബൈ എക്സ്പോസിങ് യുവർ സെൽഫ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനമാണ് നമ്മുടെ മനസാക്ഷിയെ മൂർച്ചയുള്ളതാക്കുന്നത്. മനസാക്ഷി കെട്ടുപോകുന്നതിൻ്റെ കാരണം, ഇപ്പോൾ തെറ്റേതാ ശരി ഏതാന്ന് മനസ്സിലാകാത്ത കാരണം ബൈബിൾ വായന നിർത്തിയിട്ട് കുറച്ച് മാസങ്ങളായി, അല്ലയോ? അതുകൊണ്ട് ഇപ്പോൾ മനസാക്ഷിക്കൊന്നും പറ്റുന്നില്ല, കാരണം മൂർച്ച നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ദൈവസന്നിധിയിൽ എങ്ങനെയാണ്? ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വചനം വായിക്കണം, ധ്യാനിക്കണം. കർത്താവ് പറയുമ്പോൾ ഉടനെ അനുസരിക്കണം, തിരുത്തണം. പിന്നെയും വായിക്കണം, ധ്യാനിക്കണം. കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിക്കണം. സോ ഇറ്റ് ഈസ് ഇൻ ദി ഒബീഡിയൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ദാറ്റ് യുവർ കോൺഷ്യൻസ് ഇസ് മെയ്ഡ് ഷാർപ്പ്. അപ്പോൾ ഈ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ പൗലോസ് നിൽക്കുമ്പോൾ പറയുന്നത് എന്നാ? വ്യക്തമായിട്ട് പറയാണ്, എനിക്കൊരു കാര്യം അറിയാം. ദൈവസന്നിധിയിൽ എനിക്ക് നല്ല മനസാക്ഷി ഉണ്ട്. പക്ഷെങ്കിൽ ഇവിടെ നിങ്ങളുടെ കാര്യം കേൾക്കണം. പെട്ടെന്ന് ഈ മഹാപുരോഹിതൻ പറയാണ്, അനന്യാസ് അരികെ നിന്നോടാണ് അവൻ്റെ വായ്ക്കടിക്കാൻ. എന്തിനാ വായ്ക്കടിച്ചത്? ദൈവസന്നിധിയിൽ എനിക്ക് നല്ല മനസാക്ഷി ഉണ്ടെന്ന് പറഞ്ഞതിനാ വായ്ക്കടിക്കേണ്ടത്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഇത്ര അനീതി നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. തെറ്റായ പല കാര്യങ്ങൾ അവൻ്റെ നേരെ ഉന്നയിച്ചു.
ആരോപണങ്ങൾ, ഒരെണ്ണം പോലും ശരിയല്ല. അത് കഴിഞ്ഞിട്ട് പറയാണ് ദൈവസന്നിധിയിൽ എൻ്റെ മനസാക്ഷി ക്ലിയർ ആന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വായിക്കിട്ട് അടിക്കാൻ അനീതി. അപ്പൊ വായിക്ക് അടി കിട്ടിക്കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞേ പൗലോസ് അവനോട്? ദൈവം നിന്നെ അടിക്കും വെള്ള തേച്ച ചുവരെ. യേശു കർത്താവ് ഈ ഭാഷ ഉപയോഗിച്ചു കേട്ടോ. വെള്ള തേച്ച ശവക്കല്ലറ പറഞ്ഞു. ഇവിടെ പൗലോസ് അതേ ഭാഷ ഉപയോഗിക്കുന്നത്, വെള്ള തേച്ച ചുവരെ. എന്നാൽ മഹാപുരോഹിതനെയാണ് ഇത് വിളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആണ്. ഇത് അനുസരിച്ച്, അതായത് ന്യായപ്രമാണം അനുസരിച്ച് അടിക്കാൻ പാടില്ല. എന്നിട്ട് ഈ പറയുന്ന ആളാണ് ന്യായപ്രമാണത്തെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്, അല്ലേ? നമ്മുടെ ചുറ്റും നമുക്കറിയാം. നമ്മൾ പറയും, പ്രസംഗിക്കുമ്പോൾ നമ്മൾ പറയും യേശു കർത്താവിൻ്റെ സ്നേഹമാണ് എല്ലാം നമ്മുടെ സുവിശേഷം എന്ന് പറയും. കമ്മിറ്റി കൂടുമ്പോൾ ഈ പറഞ്ഞ സ്നേഹത്തിൻ്റെ ഒരു പൊടി പോലും കാണത്തില്ല. എവിടെ പോയി? നമ്മൾ പ്രസംഗിച്ചതല്ല എവിടെ ചെയ്? അപ്പോൾ ഈ ന്യായപ്രമാണത്തെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആൾ തന്നെ പറയാം ന്യായപ്രമാണത്തിന് എതിരായി ഇവനെ അടിക്കുക. അത്രമാത്രം ദേഷ്യം. അപ്പോൾ ഇത് അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പറയാണ് പൗലോസ്, വെള്ള തേച്ച ചുവരെ ദൈവം നിന്നെ അടിക്കുമെന്ന്. അപ്പോൾ ചില വ്യാഖ്യാനം ഒരു പക്ഷെങ്കിൽ പൗലോസിന്റെ ബലഹീനതയിൽ നിന്ന് അടി കിട്ടിയപ്പോൾ പറഞ്ഞു പോയതായിരിക്കാം, നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ യേശു കർത്താവ് പറഞ്ഞതുപോലെ വെള്ള തേച്ച ശവക്കല്ലറ എന്ന് പറയുന്നത് പോലെ. കാരണം പൗലോസ് ഒരു മനുഷ്യനാണല്ലോ, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല വൈകുന്നു വരെ. പക്ഷെ എന്താ സംഭവിച്ചത്? മഹാപുരോഹിതനാണ് അടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ തിരുത്തുക. എന്നിട്ട് പറയാണ്, നിന്റെ ജനത്തിന്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇമ്മീഡിയറ്റ് കറക്ഷൻ. അല്ലാതെ നിനക്കതല്ല, നിനക്ക് അതിൻ്റെ അപ്പുറവും പറയണം, ഞാൻ ഇതും കൊണ്ട് നിർത്തുക എന്നല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. കറക്ഷൻ. വിനയത്തിന്റെ ലക്ഷണം എവിടാന്നറിയോ? വിനയത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നതിലല്ല, പിന്നെയോ എൻ്റെ സൈഡിൽ നിന്ന് തെറ്റ് വരുമ്പോൾ തിരുത്താനുള്ള മനോഭാവം. ഉടനെ തിരുത്തുകയാണ് പൗലോസ്, എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റിപ്പോയി. അപ്പോൾ അവിടെ ഉടനെ 23-ാമത്തെ അധ്യായത്തിന്റെ 6 മുതൽ 10 എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഒരു പക്ഷം സദൂക്യരും ഒരു പക്ഷം പരീശന്മാരും ആകുന്നു എന്ന് പൗലോസ് അറിഞ്ഞ്, സഹോദരന്മാരെ, ഞാൻ ഒരു പരീശന്മാരുടെ മകനുമാകുന്നു. മരിച്ചവരുടെ പ്രത്യാശയും പുനരുദ്ധാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് പറഞ്ഞപ്പോൾ പരീശന്മാരും സദൂക്യരും തമ്മിൽ ഇടഞ്ഞ് സംഘം ഛിദ്രിച്ചു. പുനരുദ്ധാനമില്ല, ദൂതനും ആത്മാവുമില്ല എന്ന് സദൂക്യർ പറഞ്ഞു. പരീശന്മാരോ രണ്ടുമുണ്ടെന്ന് പ്രമാണിക്കുന്നു. അങ്ങനെ വലിയൊരു നിലവിളി ഉണ്ടായി. പരീശ പക്ഷത്തിലെ ശാസ്ത്രിമാരിൽ ചിലർ എഴുന്നേറ്റ് വാദിച്ചു, ഈ മനുഷ്യനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല. ഒരാത്മാവോ ഒരു ദൂതനോ അവനോട് സംസാരിച്ചു എന്ന് വന്നേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ഇടച്ചിൽ ആയതുകൊണ്ട് അവർ പൗലോസിനെ ചീന്തിക്കളയും എന്ന് സഹസ്രാധിപൻ പേടിച്ച് പടയാളികൾ ഇറങ്ങി വന്ന് അവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോകാൻ കൽപ്പിച്ചു. അപ്പോൾ ഇവിടെ മനസ്സിലാകുന്നത്, പെട്ടെന്ന് പൗലോസ് ഒരു ബോംബ് എടുത്തിടുകയാണ്. എന്താണ് ബോംബ് എടുത്തിടുന്നത്? ഈ സദൂക്യരും പരീശന്മാരും തമ്മിൽ ചേരത്തില്ല. പക്ഷെ ഇവർ ചേർന്നിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? പൗലോസിനെതിരെ. എന്ന് പറഞ്ഞാൽ എൻ്റെ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയത്തില്ലേ, ദി എനിമി ഓഫ് മൈ എനിമി ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന പോലെ ഒരിക്കലും ചേരാത്ത പാർട്ടികളും സുവിശേഷത്തിനെതിരായപ്പോഴത്തേക്ക് ഇവർ ഒരുമിച്ച് ചേർന്നു. അപ്പോൾ ഇങ്ങനെ ചേർന്ന് ഇവനെ തല്ലാൻ ഇങ്ങനെ കൂടുമ്പോൾ പെട്ടെന്ന് പൗലോസ് പറയാണ്, ഞാൻ പുനരുദ്ധാനത്തെ കുറിച്ച് പറയുന്നതിന് എന്തിനാ നിങ്ങൾ എന്നെ തല്ലുന്നതെന്ന്. അതൊരു നല്ലൊരു ബോംബ് എടുത്ത് പൗലോസ് അവരുടെ നടുവിലേക്ക് എറിഞ്ഞ ഒരു ഫീലിംഗ് ആണ്. അത് ഒന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ഇവർ തമ്മിൽ ഭയങ്കരം പ്രശ്നം. പുനരുദ്ധാനത്തെ കുറിച്ചാണ്, യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഇവര് സദൂക്യരും പരീശന്മാരും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഈ സദൂക്യർ എന്ന് പറയുന്നത് പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നവരല്ല, പരീശന്മാരോ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു പരീശനായവൻ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവന്റെ പരീക്ഷ പദം അവൻ യാതൊരു കാരണവശാലും ത്യജിക്കേണ്ട കാര്യമില്ല. പക്ഷെങ്കിൽ ഒരു സദൂക്യൻ ക്രിസ്തുപക്ഷത്തിലേക്ക് വരുമ്പോൾ അവന്റെ സകലതും ത്യജിച്ചേ പറ്റത്തുള്ളൂ. കാരണം അവിടുത്തെ ഡോക്ടറിൻ തെറ്റാണ്, അവര് പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടാണ് ഇതങ്ങോട്ട് സംഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ഈ പ്രശ്നത്തിൻ്റെയൊക്കെ ഇടയിൽ അവനെ കൊന്നുകളയുമെന്നുള്ളത് റോമാക്കാർ മനസ്സിലാക്കിയപ്പോൾ പിടിച്ചുകൊണ്ട് അവനെ കോട്ടയിലേക്ക് കൊണ്ടുവന്നു.
എന്നാൽ പൗലോസിന്റെ ധൈര്യം എന്താണ്? അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. 23-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷിച്ചിരിക്കുന്നത് പോലെ റോമയിലും സാക്ഷിച്ചിരിക്കേണ്ടത് എന്ന് അരുളി ചെയ്തു. പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും ഈ പൗലോസിന്റെ ഈ യാത്രകളിൽ എനിക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും നൽകിയ ഭാഗം എന്ന് പറയുന്നത്, പൗലോസ് എപ്പോഴൊക്കെ തനിയാകുന്നു, whenever Paul is lonely, താൻ ഒറ്റപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? യേശു കർത്താവ് ഇറങ്ങി വരികയാണ്. എവിടൊക്കെ തനിയാകുന്നോ അപ്പോഴെല്ലാം കർത്താവ് ഇറങ്ങി വരും. അത് ഇനിയും കാണും കേട്ടോ, ഇനിയും കാണും. എല്ലാവരും അവനെ ഇട്ടേച്ച് പോകുമ്പോൾ ഇനിയും നമ്മൾ കാണും. അപ്പോൾ ആ കോട്ടയിലേക്ക് കടക്കുമ്പോൾ എന്താണ് പറയുന്നത്? കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു. ഇന്നൊരു പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കുന്ന ചിലർക്ക് ആവശ്യമായിട്ടുള്ളത് കർത്താവ് നമ്മുടെ അടുക്ക വന്നൊന്ന് നിൽക്കണം. അത് മതി. എൻ്റെ വല്യപ്പച്ചൻ പപ്പ ഒരു സീസണിൽ കാഴ്ച നഷ്ടപ്പെട്ടു, മുഴുവനായിട്ട് കംപ്ലീറ്റ്ലി കാഴ്ച നഷ്ടപ്പെട്ടു. അത്ഭുതകരമായിട്ടാണ് കർത്താവ് വിടുവിച്ചത്, അത്ഭുതകരമായി. അപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: കർത്താവേ ഒന്ന് അടുത്ത് നിന്നാട്ടെ, കർത്താവേ ഒന്ന് അടുത്ത് നിന്നാട്ടെ. എന്ന് പറഞ്ഞാൽ ഭക്തന്മാർ തനിയാകുമ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ആർക്കും അടുത്ത് വരാനൊക്കത്തില്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക് പോലും അടുത്ത് നിൽക്കാൻ പറ്റാത്തപ്പോൾ ഭക്തന്മാരുടെ അടുത്ത് നിൽക്കുന്ന ഒരു കർത്താവ്. എല്ലാവരും വിട്ടേച്ചു പോയാലും, പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് പറയട്ടെ, എൻ്റെ അടുത്ത് നിൽക്കുവാൻ രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു. അതൊരു ദൂതല്ലേ? ഇന്നൊരു പക്ഷേ എനിക്ക് 1 മണിക്കൂർ തന്നാൽ അതിനെക്കുറിച്ചൊരു ദൂത് പ്രസംഗിക്കാം. കർത്താവ് അടുത്ത് നിൽക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? നീ ധൈര്യപ്പെടണം, നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് പറയണം നീ ധൈര്യപ്പെടണം. പിന്നെ പറയാണ് നിന്റെ മുമ്പിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് വിവരിച്ചു കൊടുക്കുക. ഏലിയാവിന് പറഞ്ഞ പോലെ നിനക്കിനി അധികം ദൂരം ഓടാൻ കിടപ്പുണ്ട്. പിന്നെന്താണ് പറയുന്നത്? നീ യെരുശലേമിൽ എൻ്റെ സാക്ഷ്യം വഹിച്ചു. വെരി ഗുഡ്. എന്നിട്ട് പറയാണ് ഇനി റോമിലും എൻ്റെ സാക്ഷ്യം വഹിക്കണം. അപ്പോൾ കർത്താവ് തൻ്റെ ഭക്തന്മാരുടെ ഹൃദയം, നിരാശ, ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ദൈവമാണ്. പൗലോസ് തനിയെ കാരാഗ്രഹത്തിൽ, പൗലോസ് തനിയെ കോട്ടയ്ക്കകത്ത് ഇരിക്കുമ്പോൾ അടുക്ക വന്നിട്ട് കർത്താവ് പറയാണ് എന്താണ്? നീ ധൈര്യപ്പെടണം, നീ എന്തിനാ പേടിക്കുന്നത്? നിനക്കിനി മുമ്പോട്ട് പല കാര്യങ്ങളുണ്ട്. എന്നിട്ട് പറയാ നീ എൻ്റെ വേല ചെയ്തു. യെരുശലേമിൽ ഞാൻ നിന്നെ അയച്ചത് ഒരു കാര്യത്തിന് വേണ്ടിയാണ്. നീ എൻ്റെ വേല ചെയ്തു. യു ഡിഡ് മൈ ജോബ്, വെരി ഗുഡ്. ഇനി റോമിൽ അതേ പരിപാടി നീ എനിക്ക് വേണ്ടി ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഞാനൊന്ന് പറയട്ടെ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ധൈര്യപ്പെടുവീൻ എന്ന് പറയുന്ന പദം ഗ്രീക്ക് പദം താർസിയോ എന്നാണ്. അതാണ് ഗ്രീക്ക് പദം താർസിയോ. ഈ താർസിയോ എന്ന് പറയുന്ന പദം 5 പ്രാവശ്യം പുതിയ നിയമത്തിൽ വരുന്നുണ്ട്. 5 പ്രാവശ്യം. അതെവിടൊക്കെയാണെന്ന് ഞാനൊന്ന് പറയട്ടെ. 1, മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, പക്ഷവാതക്കാരനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അവിടെ എന്താ പറയുന്നത്? താർസിയോ, നീ ധൈര്യപ്പെടണം, നീ പേടിക്കരുത്, നിന്റെ പാപം മോചിച്ച് തന്നിരിക്കുന്നു. അതാണ് അവിടെ പറയുന്നത്. 2, മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യം, യേശു കർത്താവ് വെള്ളത്തിന്റെ മേൽ നടന്നപ്പോൾ ശിഷ്യന്മാർ ഭ്രമിച്ചുപോയി. അപ്പോൾ എന്താ പറയുന്നത്? താർസിയോ, ധൈര്യപ്പെടുവി. ലൂക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിന്റെ 48-ാമത്തെ വാക്യത്തിൽ രക്തസ്രാവുള്ള സ്ത്രീ എന്താണ് പറയുന്നത്? നീ ധൈര്യപ്പെടും, താർസിയോ. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം, അവിടെ പറയുന്നു ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും താർസിയോ, ധൈര്യപ്പെടുവി എന്ന് പറഞ്ഞാൽ പിന്നെ 5-ാമത്തെ കാണുന്നത് ഈ പൗലോസ് തനിയായിരിക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, പക്ഷവാതം ഏറ്റിരിക്കുന്നവനാണെങ്കിൽ, നീ എന്തെങ്കിലും കണ്ടു പേടിച്ചിട്ടുണ്ടെങ്കിൽ, രോഗശൈലിയിൽ രക്തസ്രാവുള്ള സ്ത്രീയെ പോലെ നീ ആണെങ്കിൽ, നിന്റെ ജീവിതത്തിന് ചുറ്റും മുഴുവൻ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ആണെങ്കിൽ, യേശു കർത്താവിന് എന്നോടും നിങ്ങളോടും പറയാനുള്ള വാക്ക് എന്നാണെന്നറിയാമോ? താർസിയോ, ധൈര്യപ്പെടുവി. ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ഈ പറഞ്ഞ കോട്ടയ്ക്കകത്ത് പൗലോസ് കടക്കുക എന്നുള്ളത്. എന്താന്ന് വെച്ചാൽ
സുവിശേഷം പരക്കാൻ റോമാഗ്രഹത്തിൽ, കൈസറിന്റെ ഗ്രഹം വരെ, ഇനി നമ്മളത് കാണാൻ പോവാണ്. എന്നാൽ റോമൻ പടയാളികളുടെ ഇടയിൽ സുവിശേഷം പരക്കാൻ ദൈവം ഉപയോഗിച്ച തന്ത്രമാണ് അപ്പോസ്തോലന്റെ ചങ്ങല എന്നുള്ളത്. ഇറ്റ് വാസ് ഗോഡ്സ് ഗ്രേറ്റ് സ്ട്രാറ്റജി ടു പുട്ട് പോൾ ഇൻ ചെയിൻസ് so that the gospel might penetrate the Roman Empire. ഇത് ദൈവത്തിന്റെ സ്ട്രാറ്റജിയാണ്, നമ്മുടെ സ്ട്രാറ്റജി. ഇപ്പൊ ഞാനായിരുന്നു വിചാരിച്ചോ, എന്റെ സ്ട്രാറ്റജി ഞാൻ നിങ്ങളോട് പറയട്ടെ. എനിക്ക് യവന ഭാഷ അറിയാം, ഞാൻ റോമ പൗരനാണ്, എനിക്ക് ഭയങ്കര ജ്ഞാനമുണ്ട്. അപ്പൊ ഞാൻ എന്ത് പറയുമെന്നറിയോ? കർത്താവേ, ഇനി അടുത്ത ആഴ്ച മുതൽ എല്ലാ ദിവസവും ഒരു ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് റോമാക്കാരോട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ വലിയ സുവിശേഷങ്ങളൊക്കെ പറയും, ഞാൻ കാര്യങ്ങളൊക്കെ പറയും, അവരോട് ചർച്ച ചെയ്യും, ഡിബേറ്റ് ചെയ്യും. അവരെന്നെ അവരുടെ കാറിൽ കൊണ്ടുവന്ന് വരും. എന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് പറയും, രാജാക്കന്മാരുടെ നമ്മുടെ പാലസസിൽ വരെ കർത്താവ് എന്നെ എത്തിച്ചു എന്ന് ഞാൻ സാക്ഷി പറയും. ഇങ്ങനൊന്നും അല്ല ദൈവത്തിന്റെ പദ്ധതി. അങ്ങനെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടാകാം, പക്ഷെ ഈ കാര്യത്തിൽ ഇങ്ങനല്ലായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. പിന്നെയോ എങ്ങനെയായിരുന്നു പദ്ധതി? ചങ്ങലയ്ക്കകത്ത് കിടക്കണം. അപ്പൊ നമ്മുടെ ചങ്ങലകൾ, ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ കേൾക്കത്തില്ല കേട്ടോ. ഞാനുള്ള കാര്യം പറയും, ഇങ്ങനത്തെ ഒരു കാര്യമേ നിങ്ങൾ കേൾക്കത്തില്ല. ചങ്ങല പൊട്ടുന്ന കാര്യം മാത്രമേ നിങ്ങൾ കേൾക്കത്തുള്ളൂ. എന്നാൽ സുവിശേഷത്തിന് വേണ്ടി ചങ്ങലയ്ക്കകത്തായവനാണ് പൗലോസ്. അതുകൊണ്ടാണ് റോമക്കാർ കർത്താവിനെ അറിഞ്ഞത്. സോ ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. അതുകൊണ്ട് ഇന്ന് ഈ വചനം ആരാ കേൾക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. താർസിയോ, ധൈര്യപ്പെടണം. കർത്താവ് നമ്മുടെ അടുക്കലുണ്ട്. എന്തിനാ ഭയപ്പെടുന്നത്? വാട്ട് ആർ യു ഫിയറിങ്? എന്താണ് നിങ്ങളെ ഭയപ്പെടുത്തുന്ന ആ രോഗമാണോ? നിങ്ങളെ ഭയപ്പെടുത്തുന്നത് മരണമാണോ? മരണത്തെ ജയിച്ചവനാണ് അടുക്ക നിൽക്കുന്നത്. നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? വാട്ട് ആർ യു ഫിയറിങ്? എന്താണ് ഭയം? ആളുകൾ നമ്മളെ എന്തെങ്കിലും ചെയ്യുമോ? അതല്ല യേശു കർത്താവ് പറയുന്നത്, ശരീരത്തെ കൊല്ലുന്നവനെ എന്തിനാ പേടിക്കുന്നത്? ആത്മാവിനെ കൊല്ലുന്നവനെ അല്ലയോ ഭയപ്പെടേണ്ടത്? വാട്ട് ആർ വി ഫിയറിങ്? എന്താണ്? നാളെ എന്തായി തീരുമെന്നാണോ ഭയപ്പെടുന്നത്? ഭയപ്പെടരുത്, യേശു കർത്താവ് അടുക്കലുണ്ട്. ദ ലോർഡ് സ്റ്റുഡ് ബൈ മീ. യേശു കർത്താവ് അടുക്കൽ ഉണ്ട്. ഇന്ന് ആർക്കൊക്കെയോ ഇത് ഈ വചനം കേൾക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ ഭാഗത്തിൽ നിന്ന് ഞാൻ അതിനെ എംഫസൈസ് ചെയ്ത് പറയാൻ കർത്താവിൻ്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും കാരണവശാൽ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പോസ്തലനായ പൗലോസിനോട് കർത്താവ് പറഞ്ഞ വാക്യം, താർസിയോ, നിങ്ങൾ ധൈര്യപ്പെടുക. എന്തുകൊണ്ട് ധൈര്യപ്പെടണം? ഞാൻ അടുത്തുണ്ട്. എന്തുകൊണ്ട് ധൈര്യപ്പെടണം? ഇനി അടുത്തത് എന്താണെന്നുള്ളത് എനിക്കറിയാം. നീ എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം. നിന്റെ ഭാവി എൻ്റെ കയ്യിൽ സുരക്ഷിതമാണെന്നുള്ളത് കർത്താവ് എന്നോടും നിങ്ങളോട് പറയുന്നു. എന്നിട്ട് നമ്മൾ അവിടെ കാണുന്നത്, ആ കാണുന്ന ഭാഗം നിങ്ങൾക്കറിയാമല്ലോ. അവിടെ 12-ാമത്തെ വാക്യം, നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നു കളവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തവർ 40-ലധികം പേരായിരുന്നു. ഈ പതിയിരുപ്പിനെ കുറിച്ച് പൗലോസിന്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൗലോസിനെ അറിയിച്ചു. പിന്നെ അവൻ ശതാധിപന്മാരിൽ 2 പേരെ വരുത്തി, ഈ രാത്രിയിൽ 3-ാം മണി നേരത്ത് കൈസർക്ക് പോകുവാൻ 200 കാലാളെയും 70 കുതിരച്ചേവകരെയും 200 കുന്തക്കാരെയും ഒരുക്കുവീൻ. പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫെലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെയും സംഭരിപ്പീൻ എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്നൊരു പ്ലോട്ട് ഉണ്ടാകുകയാണ്. എന്താണ് പ്ലോട്ട്? പൗലോസിനെ കൊന്നേ തീരൂ. ആരാണ് യഹൂദന്മാരാണ് പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് 40ഓളം ചെറുപ്പക്കാർ ശപഥം ചെയ്തു, പൗലോസ് മരിക്കാതെ ഇനിയും ഞങ്ങൾ തിന്നത്തില്ല, ഞങ്ങൾ കുടിക്കത്തില്ല, തീരുമാനിച്ചു. അപ്പോൾ അവിടെ ഒരു പദ്ധതി ഇട്ടെന്ന് മാത്രമല്ല, ആ പദ്ധതി ദൈവം എക്സ്പോസ് ചെയ്തു. പൗലോസിന്റെ സഹോദരിയുടെ മകൻ ഇതറിഞ്ഞിട്ട് വന്ന് ന്യൂസ് അറിയിച്ചു. 3, എക്സ്പോസ് ചെയ്തെന്ന് മാത്രമല്ല, ആ പദ്ധതി പൊളിഞ്ഞു പോയി എന്നുള്ളതാണ്. ആ പദ്ധതി പൊളിഞ്ഞു പോയി. പ്രിയമുള്ളവർ, ഇവിടെ മനസ്സിലാക്കേണ്ടത്, 40 പേര് തീരുമാനിച്ചിരിക്കുകയാണ്, ഞങ്ങൾ തിന്നത്തില്ല, കുടിക്കത്തില്ല പൗലോസ് മരിക്കുന്നത് വരെ. അങ്ങനെ അവർ ചെയ്തിരുന്നു എന്ന് വിചാരിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, പൗലോസ് മരിച്ചില്ല, അവർ മരിച്ചു കാണും, അല്ലേ? അവർ 40 പേര് തീരുമാനിച്ചു, പൗലോസിനെ കൊന്നിട്ടല്ലാതെ ഞങ്ങൾ മരിക്കത്തില്ല. പൗലോസ് ഇനിയും കുറേയും കൂടെ വർഷം ജീവിക്കും എന്ന് പറഞ്ഞാൽ, അവരങ്ങനെ ഇരുന്നെങ്കിൽ അവർ മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം.
ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇനി ആരൊക്കെ എങ്ങനൊക്കെ ശപഥം ചെയ്താൽ യേശുക്രിസ്തുവിന്റെ അനുവാദം കൂടാതെ എന്റെയോ നിങ്ങളുടെയോ ഒരു രോമത്തിൽ തൊടുവാൻ ആർക്കും അനുവാദമില്ല. ഇത് വ്യക്തമായി എനിക്ക് മനസ്സിലായാൽ എന്നെ എന്തിനെങ്കിലും ഭയപ്പെടുത്തുവാൻ സാധിക്കുമോ? ഞാൻ സുവിശേഷം പറയും, കർത്താവിന്റെ ഹിതമനുസരിച്ച് ഞാൻ സുവിശേഷം പറയുമ്പോൾ പ്രതികൂലങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ചമ്മട്ടി ഉണ്ടാകും, അടിയുണ്ടാകും, കൊലയുണ്ടാകും, ജയിലുണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെങ്കിൽ ദേഹത്ത് തൊടണമെങ്കിൽ കർത്താവിന്റെ അനുവാദം കൂടാതെ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇനി ആരൊക്കെ ശപഥം ചെയ്തു, ഇതെല്ലാം കൊന്നൊടുക്കിയിട്ടേ ഉള്ളൂ ഞങ്ങളുടെ കഴുപ്പ്. കർത്താവിന്റെ ടൈമിംഗ് വരെ പൗലോസെ നിന്നെ തൊടാൻ ഒരുവനെ സമ്മതിക്കത്തില്ല. തൊടാൻ അനുവദിക്കും. എപ്പോഴാണെന്നറിയോ? പല സമയങ്ങളിൽ തൊടാൻ അനുവദിക്കും. അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, അത് ദൈവം അനുവദിച്ചിട്ട്, അല്ലാതെ ഒരു മനുഷ്യന് തൊടാൻ സമ്മതിക്കത്തില്ല. സോ ഡസൻറ്റ് മാറ്റർ വാട്ട് മാൻ പ്ലാൻസ്. മനുഷ്യൻ എന്തൊക്കെ ഗൂഢാലോചന ചെയ്തു എന്നുള്ളത് വിഷയമല്ല. അതുകൊണ്ടല്ലേ പറയുന്നത് സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്, അല്ലേ? രാജ്യങ്ങളോട് കൃതിക്ക്. എന്തിനാ സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുക? എന്തോ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന്. അതുകൊണ്ട് ആരുടെയൊക്കെ സ്ട്രാറ്റജി ആരൊക്കെ ഉണ്ടാക്കിയാലും കർത്താവിന്റെ അനുവാദം കൂടാതെ ഒരു മനുഷ്യന് തൊടാൻ നമ്മളെ അനുവാദം ഇല്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ രണ്ട് തോട്ട്സ്. ഒന്ന്, നല്ല മനസാക്ഷി ദൈവം മുമ്പാകെ ഉണ്ടോ? രണ്ട്, ധൈര്യപ്പെടണം. ഭയത്തിന്റെ ആത്മാവിനെ അല്ല കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. കർത്താവിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട്. ഭയം കാരണം പുറകിലേക്ക് വലിച്ച് നിങ്ങൾ പുറകിലേക്ക് പോകരുത്. ഡു നോട്ട് ഹോൾഡ് ബാക്ക്. പലതൊക്കെ കർത്താവിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ചെയ്തെടുക്കാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ഭയത്തിന്റെ മേൽ ഇങ്ങനെ പുറകിലേക്ക് വലിഞ്ഞിരിക്കുകയാണ്. വേണ്ട, ധൈര്യമായി നമുക്ക് മുമ്പോട്ട് പോകാം. കാരണം എന്നാ? കർത്താവ് എൻ്റെ അടുക്കൽ നിന്ന് പറഞ്ഞു. The Lord is by my side. ആ വചനത്തിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകണം. പ്രിയമുള്ളവരെ, ദൈവം അനുവദിക്കാതെ ഒരാൾക്കും ഒരു ശക്തിക്കും എന്നെയോ നിങ്ങളെയോ തൊടാൻ സാധ്യമല്ല എന്നുള്ള ഉറപ്പോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇനിയും ഫേലിക്സിന്റെ ഓരോ സെക്ഷനിൽ വിചാരണയ്ക്ക് നിൽക്കുകയാണ്. ഒന്ന് കഴിഞ്ഞ് ആദ്യം ജെറുസലേമിൽ നിൽക്കുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? ഇപ്പോൾ ഫേലിക്സിന്റെ മുമ്പിൽ നിൽക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അഗ്രിപ്പയുടെ മുമ്പിൽ, പിന്നെ അവസാനം നീറോയുടെ മുമ്പിൽ പൗലോസ് നിൽക്കാൻ പോവാണ്. ഓരോ സ്ഥലങ്ങളിലും കർത്താവ് തനിക്ക് കൊടുക്കുന്ന ആ വലിയ വെളിച്ചം നമുക്ക് ഇനി വരുന്ന സെഷനിൽ കാണാം. എന്നാൽ ഈ അവസാനത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ നല്ല മനസാക്ഷി, ധൈര്യം കർത്താവ് നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് നിന്റെ വചനത്തിലൂടെ ഞങ്ങളെ ചില കാര്യങ്ങൾ നീ ഓർമ്മപ്പെടുത്തുന്നതിനായ സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ നല്ല മനസാക്ഷി. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ആരോടെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാനും കർത്താവെ അവരോട് നിരപ്പ് പ്രാപിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ മനസാക്ഷി ചിലപ്പോൾ ഒരുപക്ഷെ കർത്താവെ ഒരു മരവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളെ കർത്താവിൻ്റെ വചനത്തിലൂടെ അതിനെ ഒന്ന് ഉണർത്തണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നിന്റെ മുമ്പാകെ എല്ലാ ദിവസവും നല്ല മനസാക്ഷിയോടെ ജീവിപ്പാനുള്ള കൃപ. ഹെൽപ്പ് us to keep short accounts. കർത്താവ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൗലോസിനെ പോലെ ഉടനെ തന്നെ മാപ്പ് പറയാനും ക്ഷമ ചോദിക്കാനും ഉള്ള കൃപ, അതിനുള്ള താഴ്മ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിൽ ചിലർക്കൊക്കെ ധൈര്യം നഷ്ടപ്പെട്ടു പോയി. ഞങ്ങളുടെ ജീവിതത്തിന് മുമ്പാകെ നിൽക്കുന്ന ചില മല്ലന്മാരെ കാരണം ഞങ്ങൾക്ക് ധൈര്യം ചോർന്നുപോയ അനുഭവങ്ങളുണ്ട്. ഇന്ന് കർത്താവെ, ഞങ്ങളുടെ അടുക്കൽ നീ നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. എല്ലാവരും ഞങ്ങളെ വിട്ടുപോകുമ്പോൾ ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിനായി സ്തോത്രം. അതുകൊണ്ട് കർത്താവെ, ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്നു, കൃപയോടെ കേൾക്കണം.